എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ആ പേടകത്തിൽ മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ബോൽമയാണെങ്കിൽ ഒരുപാട് ദിവസമായി ആ ബാത്ടബിലിരുന്നും ഭക്ഷണം കഴിച്ചും സ്റ്റോറി ബുക്സ് വായിച്ചൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അവളാണെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് എഴുന്നേക്കും. ഓ നോ, 7 ദിവസമായി ഇതുവരെ അവിടേക്ക് എത്തിയിട്ടില്ല. എനിക്ക് ഈ ഒരു യാത്ര അത് വളരെ ബോറിംഗ് ആയിട്ട് തോന്നുന്നു. ആ രണ്ട് ചെക്കന്മാർ ഗോഹാനും മൊട്ടപ്പനും അവർ രണ്ടുപേരും ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവരെ നോക്കും. അവർ രണ്ടുപേരും കണ്ണൊക്കെ അടച്ച് മൈൻഡിൽ പരസ്പരം ഫൈറ്റ് ചെയ്യുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗോഹാന് നേരെ അവന്റെ പവർ ഉപയോഗിച്ച് അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യും. പക്ഷെ ഗോഹാനാണെങ്കിൽ പിക്കലോ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ മൊട്ടപ്പനെ തോൽപ്പിക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ശ്വാസം വലിച്ചു വിടും. വാവ്, നീ സത്യത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കുകയാണ്. നിന്റെ ഇത്രയും പ്രായത്തിൽ എനിക്ക് പോലും ഇത്രയും പവറൊന്നും ഇല്ലായിരുന്നു. പിക്കലോ ശരിക്കും നിനക്ക് നല്ല ട്രെയിനിങ് തന്നു അല്ലേ? അതിന് ഗോഹാൻ പറയും, അതെ, അതേ, ശരിക്കും വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരാളാണ്. എന്നെ ഒരുപാട് ട്രെയിൻ ചെയ്തു, ഇത്രയൊക്കെ പവറാക്കി. പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം മുട്ടപ്പ, നീ നിന്റെ ഫുൾ പവർ എടുത്തല്ല ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്തതെന്ന്. നിന്റെ പവറിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് അവരങ്ങനെ പരസ്പരം പ്രശംസിക്കുകയാണ്. ബൊൽമയാണെങ്കിൽ അത് കേട്ട് അവരെ നോക്കും. നിങ്ങൾ രണ്ടുപേരും വെറുതെ ഇരുന്ന് സമയം കളയാണോ? നിങ്ങളിത് കാണുന്നില്ലേ? ഇവിടെ മുഴുവൻ ഡേർട്ടി ആയിട്ട് കിടക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും എത്രയും വേഗം ഇത് മുഴുവൻ ക്ലീൻ ചെയ്യും. അതിന് മൊട്ടപ്പം പറയും, ഞങ്ങളല്ല അത് ചുവാരി ഇട്ടത്, അത് നീയാണ്. അതിന് ബൊൽമയാണെങ്കിൽ ക്യാഷ്ലായിട്ട്, ഞാനാണ് ഈ പേടകത്തിന്റെ ക്യാപ്റ്റൻ, സോ ഒബേ ദ ബോസ്. ഞാൻ പറഞ്ഞതനുസരിച്ച് വേഗം ക്ലീൻ ചെയ്യും. പേടകം അത് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ആ സീറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ അവളെ കുറെ ചീത്തയൊക്കെ പറഞ്ഞ് ഇപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് ആരംഭിക്കും. ഉടനെ ബുൽമയാണെങ്കിൽ മൊട്ടപ്പനോട് ചോദിക്കും, സത്യത്തിൽ നിങ്ങൾ തല്ലി ഓടിച്ച സയാൻ അവൻ തിരികെ അവന്റെ ഗ്രഹത്തിലേക്ക് പോവാൻ യാതൊരു സാധ്യതയില്ലല്ലോ. കാരണം അവന്റെ ആ ഒരു ഗ്രഹം അത് ഓൾറെഡി തകർന്നു എന്നല്ലേ നമ്മൾ അറിഞ്ഞത്. അപ്പൊ പിന്നെ എവിടേക്കായിരിക്കും അവൻ പോയിരിക്കുക? അതിന് മൊട്ടപ്പം പറയും, എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിലേക്ക് പോയി അവൻ അവന്റെ ബോഡിയിലെ പരുക്കളൊക്കെ ഹീൽ ചെയ്ത് വീണ്ടും പവർഫുള്ളായി തിരികെ വരുമായിരിക്കും. എന്തായാലും പെട്ടെന്നൊരു തിരിച്ചുവരവ് അതേതായാലും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. ബൊൽമയാണെങ്കിൽ ഒരു നിമിഷം അവനെക്കുറിച്ച് ചിന്തിക്കും. അവനെപ്പോലെ ഇത്രയും ബാഡ് ആയിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. കട്ട് ചെയ്ത ഇപ്പോൾ ആ ചിന്ന സയാനെ കാണിക്കും. അവനാണെങ്കിൽ 18 ദിവസമായിട്ടും ഇതുവരെ അവന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എത്തിച്ചേർന്നില്ല. അതേസമയം അവന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കാണിക്കും. അവർക്കാണെങ്കിൽ ചിന്ന സയാന്റെ പേടകത്തിന്റെ സിഗ്നൽ അത് ലഭിക്കാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. അവരത് ചെക്ക് ചെയ്യും. ഒരൊറ്റ ഒരു പേടകം മാത്രമാണ് അവിടേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കും. ആ പേടകത്തെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുകയാണ്. എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. കാരണം അവന്റെ സിഗ്നൽ അത് ഇതിനു മുൻപ് അവർക്ക് കിട്ടിയിരുന്നില്ല. അതാണെങ്കിൽ ഞൊട്ടിയിടയിൽ ഇവിടേക്ക് വന്ന് അടിച്ചു വീഴുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സ് എല്ലാവരും ഓടിപ്പോയി ഇപ്പോൾ അത് ഓപ്പൺ ചെയ്യും. ഓട്ടോ പൈലറ്റ് മോഡിലാണ് ഇവിടേക്ക് വന്നത്. അവന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് അവനെ ലാബിലേക്ക് കൊണ്ടുപോകും. അവിടെ ഉണ്ടായിരുന്ന ഒരു ദിനോസർ അവനെ ഒരു പ്രത്യേക സിലിണ്ടറിലേക്ക് ഇട്ട് ഇപ്പോൾ അവനെ ബാക്ക് ടു നോർമലാക്കി എടുക്കുകയാണ്. ആ ദിനോസർ ആണെങ്കിൽ അവനോട് പറയും, നിങ്ങളിപ്പോൾ ബാക്ക് ടു നോർമലായി കഴിഞ്ഞു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ വാല് അതുമാത്രം വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. സയാനാണെങ്കിൽ അവന്റെ പവറൊക്കെ അവൻ ചെക്ക് ചെയ്യും. അവന്റെ ബോഡി ഇപ്പോൾ പെർഫെക്റ്റ് ആണ്, പഴയതുപോലെ സ്ട്രോങ് ആയി കഴിഞ്ഞു. ദിനോസർ ആണെങ്കിൽ ചിന്ന സയാനോട് പറയും, നിങ്ങളുടെ സ്യൂട്ടും ഡ്രസ്സും ബോഡിയൊക്കെ ചെക്ക് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി നല്ല രീതിയിൽ ഇമ്പാക്ട് നിങ്ങളുടെ ബോഡിയിൽ ഏറ്റിട്ടുണ്ടെന്ന്. ജസ്റ്റ് മിസ്സിനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ അത് നിലനിർത്താനായിട്ട് കഴിഞ്ഞത്. ഭൂമിയിൽ നിങ്ങൾ കരുതിയതുപോലെ ആയിരുന്നില്ലല്ലേ കാര്യങ്ങൾ? അവിടെയുള്ള ശത്രുക്കളുടെ പവർ വളരെ കൂടുതലായിരുന്നു അല്ലേ? അത് കേട്ട് ചിന്ന സയാനാണെങ്കിൽ നിമിഷം അവൻ ഭൂമിയിൽ നടത്തിയ ഫൈറ്റ് അത് ആലോചിക്കാനായിട്ട് തുടങ്ങും. അത് ആലോചിക്കുമ്പോൾ തന്നെ അവന്റെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരികയാണ്. ദിനോസർ ആണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, കെവിക്ക് അങ്ങോട്ട് കാര്യമായിട്ട് എന്തോ സംസാരിക്കാനുണ്ട്. അതിനാ ചിന്ന സയാൻ പറയും, എനിക്ക് അവനോട് യാതൊന്നും സംസാരിക്കാനില്ല, അവനോട് അത് ഓപ്പണായിട്ട് പറഞ്ഞേക്ക്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു പോകും. ആ ദിനോസർ ആണെങ്കിൽ അവന്റെ ഡിവൈസുമായിട്ട് പിന്നാലെ വരും. ഈ ഒരു ഡിവൈസ് അത് നിങ്ങൾ എടുക്കാൻ മറന്നു. അതിനവൻ പറയും, ഇനി ആ ഡിവൈസ് അത് ആവശ്യമില്ല, അത് നീ തന്നെ വെച്ചോന്ന് പറഞ്ഞ് കടന്നു പോവാണ്. ദിനോസർ ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ഉടനെ വേറൊരു സയാനാണെങ്കിൽ ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്ന് പറയും, ആക്ച്വലി നീ പെർമിഷൻ ഇല്ലാതെ ഭൂമിയിലേക്ക് പോയത് ഫ്രീസയ്ക്ക് അവൻ ഒട്ടും ഇഷ്ടമായിട്ടില്ല. അത് കേട്ട് ഇപ്പൊ ചിന്ന സയാനാണെങ്കിൽ അവനോട് കൈയെടുക്കാനായിട്ട് പറയും, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. അവനാണെങ്കിൽ അത് പേടിച്ച് കൈയെടുക്കും. അതിനുശേഷം അവൻ ഫ്രീസയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്ന സയാനോട് പറയും. ഫ്രീസ വെജൈറ്റിയിലേക്ക് പോയിരിക്കുകയാണ്. എന്റെ ലക്ഷ്യം ഒരുപക്ഷെ ആ ഡ്രാഗൺ ബോൾ ആയിരിക്കും. അത് കേട്ട് ഇപ്പൊ അവൻ ഞെട്ടും. ഓ നോ, എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു സിഗ്നലും കിട്ടിയിരുന്നില്ല. അവൻ എന്നെ കഴിഞ്ഞ് മുൻപ് ഡ്രാഗൺ ബോൾ അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ എപ്പോഴും അവന്റെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. അവനാണെങ്കിൽ വീണ്ടും പറയും, ഫ്രീസ നിനക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ നീ ഒരു കാരണവശാലും ആ ഡ്രാഗൺ ബോൾ എടുത്ത് അവനെ തോൽപ്പിക്കണം എന്ന് ചിന്തിക്കാനായിട്ട് പാടില്ല. എങ്കിലും നിന്റെ സ്വാർത്ഥത അത് നീ അവസാനിപ്പിക്കണം എന്ന് പറയും. അത് കേട്ട് കൺട്രോൾ പോയ ചിന്ന സയാൻ അവനാണെങ്കിൽ ഉഷാറായിട്ട് ഓടി അവന്റെ ഡിവൈസ് അത് പിടിച്ചു മേടിച്ച് അവന്റെ പേടകത്തിലേക്ക് ചാടി കയറുകയാണ്. എല്ലാവരും അവനെ തടയാൻ ശ്രമിക്കുമെങ്കിലും അവനതൊന്നും കേൾക്കാതെ ആ ഡ്രാഗൺ ബോളിന് വേണ്ടി അവിടുന്ന് ഫ്ലൈ ചെയ്ത് ആ ഗ്രഹത്തിലേക്ക് പോകും.
കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റൽ കാണിക്കും. അവിടെയാണെങ്കിൽ ആ നേഴ്സ് ആണെങ്കിൽ വീണ്ടും ദേഷ്യപ്പെട്ട് ഗോകുവിന്റെ റൂമിലേക്ക് കടന്നു വരികയാണ്. കാരണം ഗോകു ആണെങ്കിൽ വീണ്ടും ടെസ്റ്റിംഗ് ടൈമിൽ അവന് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേഴ്സ് ആണെങ്കിൽ ദേഷ്യപ്പെടും. ഓ നോ, നിങ്ങളോട് എത്ര തവണ പറഞ്ഞു ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്ന്. അതിന് ഗോകു പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോ വളരെ ഉഷാറാണ്. മാസ്റ്റർ റോഷി ആണെങ്കിൽ ആ സിസ്റ്ററിന്റെ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ തോണ്ടാനായിട്ട് ആരംഭിക്കും. സിസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ മാസ്റ്റർ റോഷിയോട് ദേഷ്യപ്പെടും. ഓ നോ, നിങ്ങൾ വീണ്ടും കുത്സിത പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണല്ലേ. അവരങ്ങനെ തർക്കിച്ചിരിക്കുന്ന അതേസമയം ഡോക്ടർ അവിടേക്ക് കടന്നു വരും. നേഴ്സ് ആണെങ്കിൽ ഡോക്ടറിനോട് പറയും, ഇവനോട് ഈ ഗോകുവിനോട് ഒരുപാട് തവണ പറഞ്ഞിട്ടും അവൻ അനുസരിക്കാൻ തയ്യാറാവുന്നില്ല. അവൻ വീണ്ടും വീണ്ടും അവന്റെ മുറിവുകളെ ഒന്നും തന്നെ വകവയ്ക്കാതെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഡോക്ടർ അവൻ്റെ തൊട്ടടുത്തേക്ക് വന്ന് അവനോട് ദേഷ്യപ്പെടും. നിനക്കിപ്പോൾ നീ ക്യൂർ ആയതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നിന്റെ ബോഡി അത് വളരെ വീക്കാണ്. ഇപ്പം നീ ഇത്തരത്തിൽ എക്സസൈസ് ചെയ്താൽ തീർച്ചയായിട്ടും പിന്നീട് നിനക്ക് ഫ്യൂച്ചറിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഇപ്പം ഞങ്ങൾ പറയുന്നത് നീ കേട്ടേ പറ്റൂ. ഇതൊരു ജിമ്മൊന്നും അല്ല, നിനക്ക് ആവശ്യം 4 മാസത്തെ പ്രോപ്പർ റെസ്റ്റ് ആണ്. അത് നീ എടുക്കാതിരുന്നാൽ നിന്നെ കൊണ്ട് ഒരിക്കലും ബാക്ക് ടു നോർമൽ ആവാനായിട്ട് കഴിയില്ല. ഇപ്പൊ തന്നെ നിന്റെ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഭയം തോന്നുന്നു. മിസ്റ്റർ റോഷി, നിങ്ങൾ ഇത്രയും പ്രായമുള്ള ആളല്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് അവനെ ഉപദേശിച്ചുകൂടാ? അതിന് മാസ്റ്റർ ആണെങ്കിൽ ഉള്ള ബോക്സ് അത് താഴെ വെക്കും. ആരെന്ത് ചെയ്താലും കുറ്റം അതെന്റെ തലയിലാണ്. ഓക്കെ, കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഗോകുവിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് തുടങ്ങും. ആ സമയം ഡോക്ടർ ചീച്ചിയെക്കുറിച്ച് ചോദിക്കും. അല്പസമയം മുൻപ് വരെ ഇവിടെ ഉണ്ടായിരുന്നു, കുറച്ച് നേരത്തെയാണ് അവള് പുറത്തേക്ക് പോയത്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ചീച്ചിയെ കാണിക്കും. അവളാണെങ്കിൽ മുകളിലേക്ക് നോക്കുകയാണ്. ഗോഹാൻ, ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിന്നോട് ഞാൻ ഓരോ തവണ ഓരോ മെയിലെങ്കിലും എനിക്ക് അയക്കണമെന്ന് പറഞ്ഞതല്ലേ. നിന്റെ ഒരു മെയിൽ പോലും ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. നീ സേഫായി ഇരിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. എനിക്ക് നിന്നെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. വേഗം ആ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് താഴേക്ക് വായോ. കട്ട് ചെയ്താ ഇപ്പൊ ഗോഹാനെ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ എത്തിച്ചേരേണ്ട ആ ഒരു നമക് ഗ്രഹത്തിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ബുൽമയാണെങ്കിൽ ആ പച്ച നമഗ്രഹം അവർക്ക് രണ്ടുപേർക്ക് ചൂണ്ടിക്കാണിക്കും. അങ്ങനെ നീണ്ട 34 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. എത്രയും വേഗം നമുക്ക് ആ ഡ്രാഗൺ ബോൾ അത് കണ്ടെത്തണം. നിങ്ങൾ രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ഇട്ട് റെഡി ആയിട്ടിരിക്കുക. ഞാനിത് ലാൻഡ് ചെയ്യിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ബുൽമ ലാൻഡ് ചെയ്യിപ്പിക്കും. നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഇപ്പൊ അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അവളാണെങ്കിൽ ഞൊടിയടയിൽ ലാൻഡ് ചെയ്യിപ്പിക്കും. ബുൽമയാണെങ്കിൽ അവരോട് പറയും, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അത് ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഉള്ള ഗ്രഹങ്ങളിലെ ഓക്സിജന്റെ അളവ് അത് വളരെ കുറവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അതിനാവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് നോക്കും. നമ്മുടെ 2 ചെക്കന്മാരും പുറത്തിറങ്ങിക്കഴിഞ്ഞു. അവളാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. അവർ രണ്ടുപേരും ചുറ്റും നോക്കും. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. അവനാണെങ്കിൽ ആ സ്ഥലം കണ്ട് ഭയങ്കര അത്ഭുതം. എനിക്ക് ലാസ്റ്റ് ടൈം പിക്കലോ അവൻ ട്രെയിനിങ് തന്ന സ്ഥലം പോലെ ഉണ്ട് ഇത്. അതിന് മൊട്ടപ്പം പറയും, നമ്മൾ ഫൈറ്റ് ചെയ്ത സ്ഥലവും ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയാണ്. ബുൽമയാണെങ്കിൽ താഴേക്ക് ചാടും. നിങ്ങൾ രണ്ടുപേരും വളരെ മോശം ആൾക്കാരാണ്. എന്നോടൊരു വാക്ക് പോലും പറയാതെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാതെ താഴേക്ക് വന്നു. അത് തെറ്റായ കാര്യമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അത് കേട്ട് ആണെങ്കിൽ അവളെ സമാധാനിപ്പിച്ച് ഇപ്പൊ ഡ്രാഗൺ ബോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് പറയും. അവൾ റഡാർ ഓൺ ചെയ്യും. അതിലിപ്പോ ആ ഡ്രാഗൺ ബോൾസ് കാണിക്കാനായിട്ട് തുടങ്ങും. അവരാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്കത് എത്രയും വേഗം കണ്ടെത്താൻ പറ്റുമെന്ന് പറയും. അപ്പോഴായിരിക്കും അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു ചിന്ന ജയാന്റെ സ്പേസ്ഷിപ്പ് അത് താഴേക്ക് വരിക. അപ്പനാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ വിളിച്ചു പറയും, അത് ആ ചിന്ന ജയാനാണ്. അവൻ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവന്റെ ലക്ഷ്യവും ആ ഡ്രാഗൺ ബോൾ തന്നെയായിരിക്കും. ഒരു കാരണവശാലും ഡ്രാഗൺ ബോൾ അവന്റെ കയ്യിൽ പെടാനായിട്ട് പാടില്ല. ബുൽമയാണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, അവനുമായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാനാവില്ല. നമുക്ക് എത്രയും വേഗം അവൻ അറിയുന്നതിന് മുൻപ് തിരികെ പോവാം. മൊട്ടപ്പനാണെങ്കിൽ ബുൽമയോട് പറയും, ഇത്രയും ദൂരം വന്നിട്ട് ആ ഡ്രാഗൺ ബോൾ എടുക്കാതെ പോകുന്നത് മണ്ടത്തരമാണ്. അവന്റെ കയ്യിൽ അത് പെടാൻ പാടില്ല. നിനക്ക് എന്നോടൊപ്പം നിൽക്കാൻ കഴിയോ? അതിന് ഗോഹാനാണെങ്കിൽ നിൽക്കാൻ പറ്റുമെന്ന് പറയും. മൊട്ടപ്പനാണെങ്കിൽ ബുൽമയോട് പറയും, നീ എത്രയും വേഗം ഭൂമിയിലേക്ക് പോകണം. നടക്കുന്ന കാര്യങ്ങൾ അത് ഗോകുവിനെ നമ്മുടെ ഫ്രണ്ട്സിനെ അറിയിച്ച് അവരുമായിട്ട് നീ മടങ്ങി വരണം. ബുൽമയാണെങ്കിൽ ക്യാഷ്വലായിട്ട് തീർച്ചയായിട്ടും ഞാൻ ഭൂമിയിലേക്ക് പോവാം, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറും 2 മാസം അതിനുള്ളിൽ ഞാൻ തിരികെ എത്തുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഹാപ്പി ആയിട്ട് നിൽക്കും. പക്ഷെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയം കൂടും.